ഇത് കാണാൻ ചരിത്ര പ്രസിദ്ധമായ ഈ ഉത്സവത്തിൽ പങ്കാളിയാവാൻ അടൂരിൽ നിന്ന് വരികയാണ്. എന്റെ പേര് നിരപ്പിൽ അഷ്റഫ്, അടൂർ. ഇത് തെരഞ്ഞെടുപ്പിന് വന്നാണോ അതോ തേര് കാണാൻ മാത്രം കാണാൻ വന്നതാണ്? തെരഞ്ഞെടുപ്പ് ഇവിടെ അല്ലല്ലോ, തെരഞ്ഞെടുപ്പ് വെളിയിലാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞു. ഞാൻ വരുന്നത് എഴക്കാട് പോസ്റ്റ് ഓഫീസ്, മുണ്ടൂർ പഞ്ചായത്ത്. ഈ ഉത്സവം നല്ല ഗംഭീരമായ ഉത്സവമാണ്. പിന്നെ സലിന് വേണ്ടി എല്ലാ ജനങ്ങളും വോട്ട് ചെയ്യണം, അത്രേ പറയാനുള്ളൂ. അപ്പൊ സരിന്റെ ആളുമായി രാഹുലിന്റെ ആളുമായി ഞാനൊരു ക്യാമ്പയിന് വേണ്ടി വന്നതല്ല, മറിച്ച് ചരിത്ര പ്രസിദ്ധമായ ഈ ഉത്സവത്തിൽ പങ്കാളിയാ വന്നതാണ്. എങ്കിലും രാഹുലിന് വേണ്ടി ഒരു കൈ സഹായിക്കും. രാഹുൽ മാങ്കൂട്ടം വമ്പിച്ച വിജയത്തോടെ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. രാഹുൽ മാങ്കൂട്ടം സരിൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും. കൃഷ്ണകുമാറിന് ആളില്ലേ? കൃഷ്ണകുമാർ ഇവിടെ ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കും. അപ്പൊ പിന്നെ നാട്ടിക തോന്നിരിക്കാം ജയിപ്പിക്കാൻ വേണ്ടിട്ട്. നാട്ടിക തോന്നിരിക്കാം. ഞങ്ങൾ തൃശ്ശൂർ സുരേഷ് ഗോപിനെ ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇവിടെ അതൊന്നും നമ്മുടെ നടക്കില്ല. ഇവിടെ സരിൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. വൻ ഭൂരിപക്ഷത്തിൽ സരിൻ ജയിക്കും. മാതൃഭൂമി മാത്രമാണ് ഇപ്പൊ തെറ്റായ ന്യൂസുകൾ കുറച്ച് കൊടുക്കുന്നത്. ബാക്കി എല്ലാവരും മുഴുവൻ തെറ്റാണ്. മാതൃഭൂമി കുറച്ചാണ് എന്തായാലും ഇനിയിപ്പോ ഇവിടെ ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കണ്ട. നമ്മള് രഥോത്സവമാണ് മെയിൻ. തെരഞ്ഞെടുപ്പ് ഇനിയും ദിവസങ്ങളുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ വൈബിലേക്ക് കൂടി എത്താണ്. എന്തായാലും സരിന് വേണ്ടിയിട്ടും കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടും രാഹുലിന് വേണ്ടിയിട്ടും ഇവിടെ ആളുകളുണ്ട്. അവരെങ്ങനെ 2 വാക്കേ പറയുന്നുള്ളൂ, സരിന് വോട്ട് ചെയ്യണം. 3 വാക്ക് പറഞ്ഞോളൂ, 3 വാക്ക് സരിന് വോട്ട് ചെയ്യണം. അത്രയൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ഒരേ ആവേശം. തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാണല്ലോ, ആ ഉത്സവത്തിലേക്ക് കടക്കാൻ പോവാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. ഇത് ഒരു മതകീയമായ ഉത്സവമാണ്. അവിടെ നമുക്ക് ജാതിമത ഭേദമില്ലാതെ ഒരുപാട് മനുഷ്യരെ കാണാം. ഇതിന്റെ ഉത്സവത്തിൽ പങ്കാളികളാവുക, ഇതിന്റെ ആ രസം ഉൾക്കൊള്ളുക എന്നാണ് ജനങ്ങളും വിചാരിക്കുന്നത്. ഈ വൈബ് നമ്മളിലേക്കൊക്കെ അങ്ങ് പകരുകയാണ്. തീർച്ചയായിട്ടും